സുഹൃത്തുക്കളെ, നല്ല നമസ്കാരം. നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു തേനീച്ചക്കൂടിൻ്റെ പണി. ഇതൊന്നുമല്ല, ഒരു കെണിക്കൂട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു തേനീച്ചക്കൂട് ഉപയോഗിച്ച് അതിനെ ഒന്ന് ബൈഫർക്കേഷൻ ചെയ്ത് ഒരു കെണിക്കൂട് നിർമ്മിച്ചൊന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. കെണിക്കൂട് നിർമ്മിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുയോജ്യമായ ഒരു രീതിയിലേക്ക് അതിനെ നമ്മൾ മാറ്റിയെടുക്കണം. രണ്ട് ലെയറുകളായിട്ട് നിൽക്കുന്ന ഈ ഒരു തടിപ്പെട്ടിനെ നമുക്ക് ഒറ്റ ലെയറാക്കി മാറ്റി എന്നിട്ട് വേണം കൂട് വെക്കാൻ. അതിനുവേണ്ടി നമ്മളൊരു കാർഡ്ബോർഡ് മുറിച്ചെടുക്കാൻ പോവാണ്. കാർഡ്ബോർഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർഡ്ബോർഡ് അതിനകത്ത് ഫിറ്റായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഇതിൻ്റെ നീളം വീതി അനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ച് വെക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡൊന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ നീളം വീതി എല്ലാം തന്നെ രണ്ടാമത്തെ പാളിയോട് സാദൃശ്യമായിരിക്കും മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മളത് ഒട്ടിച്ച് വെക്കാൻ പോകണം. അതിൻ്റെ നീളവും വീതിയും കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മുകളിലത്തെ പാളി മാറ്റി താഴത്തെ പാളിക്ക് ചേർത്ത് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് അത് പശ ആയിട്ട് ഫെവിക്കോൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് അത് നമ്മളവിടെ ഒട്ടിച്ച് ഭദ്രമാക്കി ഒട്ടിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ബൈഫർക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് കൂടിനകത്തേക്ക് പെട്ടെന്ന് ഈച്ച സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളതിനെ ഒട്ടിച്ച് നല്ലോണം ഗ്യാപ്പുകളൊന്നും കൂടാതെ തന്നെ ഒട്ടിക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒരു പ്ലാസ്റ്റിക് അതിൻ്റെ സീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലട്ടപ്പ് പോലത്തെ സ്ഥലം വെച്ച് സീൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ എവിടെയാണോ ഈ കൂട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവെക്കണം. അപ്പോഴാണ് നമ്മളൊരു മണ്ടത്തരം പറ്റി. നമ്മൾ നേരത്തെ കണ്ട പ്രകൃതിയിലുള്ള കൂട് ഇപ്പോൾ ഉറുമ്പ് കയറിയിരിക്കുന്നു. പ്രകൃതിയിൽ ഉറുമ്പ് കയറി കൂടുതൽ ഉറുമ്പ് കയറാവുന്ന സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഉറുമ്പ് കയറി. ഇനി ഏതായാലും നമുക്ക് മറ്റൊരു കെണിക്കൂട് ഓൾറെഡി വെച്ചിരിക്കുന്നത് പോയി നോക്കാം. എന്നിട്ട് ആ കെണിക്കൂട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് അതിനകത്തുള്ള ബാക്കി ഈച്ചകളെ നമുക്ക് ഈ കെണിക്കൂടിലേക്ക് കയറ്റാം. അപ്പോൾ ഇത് വിജയിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ച് നോക്കാം. തുറന്ന് നോക്കിയാൽ മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ഈ കൂട്ടിനകത്ത് സാധാരണ ഈച്ച വന്ന് സെറ്റായിട്ട് ഒരു റാണി ഉണ്ടാവും. അപ്പം അതിൻ്റെ മാതൃ കോളനിക്കകത്ത് ഈച്ചകൾ വേറൊരു റാണി ഉണ്ടാവും. അങ്ങനെ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോളനിയാണത്. അപ്പോൾ ഇതിനകത്ത് ഒരു മാസമായി, 1.5 മാസമായി. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തവണ റാണി ഒന്നും സെറ്റായിട്ടില്ല. അപ്പോൾ നമുക്കിത് മാറ്റാൻ കഴിയില്ല. അവിടെ തന്നെ വെക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് ഏതായാലും കെണിക്കോട് സെറ്റാക്കി വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് കെട്ടിത്തൂക്കി വെക്കാം. അതിനകത്ത് വല്ല ഈച്ചയും വന്ന് ചേരുന്നുണ്ടെങ്കിൽ ചേരട്ടെ. അല്ലാത്ത പക്ഷം നമുക്കിത് തന്നെ ഇപ്പം വേറെ ഒരു കൂടുകളൊന്നും നമുക്കിപ്പോൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ പുറത്ത് കെട്ടിത്തൂക്കിയിടും. അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഒന്ന് ഏതെങ്കിലും ഈച്ച പ്രകൃതിയിൽ ഒന്ന് കൂടിപ്പോകും. ഏറ്റവും വലിയ പ്രധാന കാര്യം തേനീച്ച കൂടിനകത്ത് ഉറുമ്പ് കയറാനുള്ള സാധ്യതയാണ്. ഏറ്റവും വലിയ അപകടം അതാണ്. ഈ നമ്മൾ പകർത്തി വെച്ചിട്ടങ്ങ് പോകും. പക്ഷേ ഈച്ചയ്ക്ക് ഒരു 12 മണിക്കൂറെങ്കിലും വേണം അതൊന്ന് സെറ്റാക്കി എടുക്കാൻ. എന്ന് വെച്ചാൽ അതൊന്ന് സീൽ ചെയ്യുന്നതിന് മുമ്പ് ഉറുമ്പെങ്ങാനും അതിനുള്ളിൽ കയറിയാൽ പിന്നെ അവ ആ കൂടിനകത്ത് നിൽക്കില്ല. പറന്നു പോവോ അല്ലെങ്കിൽ ഉറുമ്പുമായിട്ട് മല്ലിട്ട് ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കൊരിക്കലും അതിനെ ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ ആ കൂടിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് പ്രകൃതിയിലുള്ള കൂട് പോലും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഉറുമ്പിൻ്റെ അറ്റാക്ക് ഉണ്ട്. മഴക്കാലത്ത് പ്രത്യേകിച്ച് ഉറുമ്പ് അറ്റാക്ക് ചെയ്യും. കാരണം പ്രതിരോധശേഷി ആ സമയത്ത് ഈച്ചകൾക്ക് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ മഴക്കാലത്ത് പെട്ടെന്ന് ഉറുമ്പിൻ്റെ അറ്റാക്കിന് വിധേയമാകുന്നത്. എന്തായാലും നമുക്ക് ഈ